പ്രസംഗികർക്ക് അവരുടെ ക്വാളിറ്റി സ്റ്റേജിലാണ്. പ്രാർത്ഥനാ മനുഷ്യൻ അവരുടെ ക്വാളിറ്റി പ്രൈവറ്റ് ലൈഫിലാണ്. സിനിമ നടനെ സ്റ്റേജിൽ വെച്ചേ കാണാവുള്ളൂ, വീട്ടിൽ ചെന്ന് കാണുന്നു. അത്ര നശിച്ച വീടായിരിക്കും. പ്രാർത്ഥനാ മനുഷ്യനെ നിങ്ങൾക്ക് എപ്പോഴും കാണാം. അവൻ ഒരാളായിരിക്കും, അവന് 2 പേഴ്സണാലിറ്റി ഇല്ല. അവൻ ഒറിജിനലായിരിക്കും. അവൻ പെയിന്റ് ഇല്ലാത്തവനായിരിക്കും. അവന് ഡെക്കറേഷൻ ഇല്ല. കാരണം അവൻ സ്കാനിങ്ങിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളാണ്. എപ്പോഴും ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നവനാണ്. അവൻ എന്തിനാ ഡെക്കറേറ്റ് ചെയ്യുന്നത്? അകവും പുറവും ഒരുപോലെ കാണുന്നവൻ്റെ മുമ്പിൽ സ്ഥിരം നിൽക്കുന്ന ഒരുത്തൻ. അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. പ്രാർത്ഥനാ മനുഷ്യനെ വിശ്വസിക്കാം. സിൻസിയർ എന്ന വാക്കിൻ്റെ പുറകിൽ മെഴുക് തേക്കാത്തത് എന്നൊരർത്ഥമുണ്ട്. ഫർണിച്ചർ കടക്കാർ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അവർ കടയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്നു സൈൻ കെയർ എന്ന് പറഞ്ഞാൽ ഈ ഫർണിച്ചറിന് മെഴുകിട്ടിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം. അതേസമയം അങ്ങനെ എഴുതാത്ത കടയിൽ ഓട്ടയൊക്കെ മെഴുകിട്ട് അടച്ച് നല്ല കുട്ടപ്പരാക്കി വെക്കും. പിന്നീടാണ് സിൻസിയർ എന്ന പദം വന്നത്. നമുക്ക് എന്ത് നല്ല അർത്ഥമാണ്. മെഴുകിടാത്തത്, ഡെക്കറേറ്റ് ചെയ്യാത്തത്, ഒറിജിനൽ എന്നാണ് അർത്ഥം. സ്തോത്രം. പ്രാർത്ഥനാ മനുഷ്യൻ ഒറിജിനൽ. പ്രാർത്ഥനയുടെ പ്രേരണ ഉണ്ടാകാൻ പ്രാർത്ഥനാ മനുഷ്യരെ പരിചയപ്പെടുക. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ എന്തുണ്ടായി? ഇത് പഠിക്കണം എന്ന പ്രേരണ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളും പ്രാർത്ഥന മനുഷ്യരുമായി പരിചയപ്പെടണം. അതിലേറ്റവും ബെസ്റ്റ് മോഡൽ ഇന്നലെ നമ്മൾ അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥന കാണുക. എങ്ങനെ നമുക്ക് പ്രാർത്ഥനാ മനുഷ്യരെ കാണാം? ഒന്നാമത്തെ മാർഗം യേശുവിനെ കാണുക ബൈബിളിലൂടെ. അതിൽ കൂടി ഒരു മോഡലില്ലല്ലോ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ യേശു കർത്താവ് പ്രാർത്ഥനയിൽ എത്ര സമയമെടുത്തു എന്ന് പരിശോധിക്കും. എന്തോ ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു. ഇത് വളരെ ഒരു വിമർശകനെ പോലെ വായിക്കും. യേശുവിന് ഇത്രയും പ്രാധാന്യത പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നത് എത്രയോ ക്രൂരമാണ്, ഞാൻ എത്രയോ വിഡ്ഢിയാണ്, ഞാൻ എത്രയോ അഹങ്കാരിയാണ്. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധിക്കുക, നമുക്ക് പ്രേരണ ഉണ്ടാകും. കൂടാതെ ബൈബിളിലുള്ള വീരന്മാരെ നോക്കുക. ഇന്നലെ ഒരാളെ കണ്ടു, അബ്രഹാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ. അബ്രഹാം ഒരു പ്രസംഗിയനല്ല, അബ്രഹാം ഒരു കലാകാരനല്ലായിരുന്നു, അബ്രഹാം ഒരു പ്രാർത്ഥനാവശ്യം. സ്തോത്രം. ഏലിയാവ് നമുക്ക് മനുഷ്യനായി, പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കും. അവൻ്റെ പ്രാർത്ഥനയെ രാജാക്കന്മാർക്ക് പേടിയായിരുന്നു. ഏലിയാവിൻ്റെ ജീവചരിത്രം പഠിക്കുക, ഏലിയാവിൻ്റെ ജീവചരിത്രം പഠിക്കുക. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടച്ചു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്നു.
ഹന്ന അറിയപ്പെടുന്നത് പ്രയറിനോടുള്ള ബന്ധത്തിൽ. പൗലോസ് അറിയപ്പെടുന്നത് പ്രയറിനോടുള്ള മാൻ ഓഫ് പ്രയർ. പൗലോസിനെ അറിയുന്ന അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് മാനസാന്തരപ്പെട്ട ആദ്യത്തെ വാചകം ഭയങ്കരമാണ്. അവൻ പ്രാർത്ഥിക്കുന്നു. അത് മാത്രം വേണമെന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 9:10-11. ദൈവം ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ എന്ത് ചെയ്യാം? നിന്നെ കുറിച്ച് ദൈവം എന്നാ പറയും? ഇന്ന് രാവിലെ ദൈവം എന്നെ കുറിച്ച് എന്നാ പറയും? അവൻ ഉറങ്ങുന്നു, അവൻ ഡിസ്കസ് ചെയ്യുന്നു. ഹല്ലേലൂയ! അവൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടെ സദ്വീയത വേണ്ട. നമ്മളെ കുറിച്ച് എന്നാ പറയാൻ സാധ്യതയുണ്ട്? ഓർക്കും, ഞാൻ പറയത്തില്ല. അവൻ പ്രാർത്ഥിക്കും. മനസ്സ് മുഴുവനും പ്രയർ മോഡാണ്. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എന്ത് സുഖം അറിയാം പ്രാർത്ഥിക്കും. അവൾ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് നിന്നെക്കുറിച്ച് ദൈവം പറയട്ടെ. പ്രാർത്ഥനാ മനുഷ്യരെ പരിചയപ്പെടുക. പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സ്വന്തം ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാത്തിനും റിപ്പോർട്ടുണ്ട്, രേഖയുണ്ട് ബൈബിളിൽ. അവന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങൾ ബൈബിളിലുണ്ട്, സൂക്ഷിച്ചാൽ കാണാം. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കരഞ്ഞത് ബൈബിളിലുണ്ട്, കൂട്ടുവേലക്കാർക്ക് വേണ്ടി കരഞ്ഞത് ബൈബിളിലുണ്ട്, ലോക്കൽ ചർച്ചിന് വേണ്ടി കരഞ്ഞത് ബൈബിളിലുണ്ട്. പ്രാർത്ഥന മനുഷ്യരെ പരിചയപ്പെടുക. എപ്പഫ്രാസ് എന്നൊരു മനുഷ്യനെ പൗലോസ് പരിചയപ്പെടുത്തുന്നു. അവനെ കുറിച്ച് പൗലോസ് പറയുന്നത്, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. എന്റെ പൊന്നെ, ആ വാവൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോ. കൊലോസ്യർ 4. പൗലോസിനെ കുറിച്ച് ദൈവം പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുകയാണ്. പൗലോസിന്റെ ശിഷ്യനെ കുറിച്ച് പറയുകയാണ്, അവൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥനയിൽ പോരാടുന്നു. ഒരു പടിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവന്റെ ശിഷ്യൻ, ബാക്കി പറഞ്ഞാൽ പ്രാർത്ഥന പോരാടും. ബാക്കിയുള്ളവരുടെയൊക്കെ ശിഷ്യൻ എന്നാ നിങ്ങൾ കണ്ടുപിടിച്ചു. പ്രാർത്ഥിക്കുന്നവന്റെ മകൻ പ്രാർത്ഥിക്കും, കുറ്റം പറയുന്നവന്റെ മകൻ. നിങ്ങളുടെ വീട് വിമർശനത്തിന്റെ സ്ഥലമാണോ എങ്കിൽ നിങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ കാണുകയില്ല. എഴുതി വെച്ചു, പ്രവചനം പറയും. നിങ്ങളുടെ വീട് പ്രാർത്ഥനയുടെ വീടാണോ നിങ്ങളുടെ മക്കൾ സ്വർഗത്തിൽ കാണും. തലമുറയ്ക്ക് ദോഷം ചെയ്യരുത്. മക്കളെ തീയിൽ തള്ളിയിടരുത്. ദൈവത്തെ ഓർത്ത്. കൊച്ചു കുഞ്ഞുങ്ങൾ വിളക്കെടുക്കാൻ പോകും, നല്ലതാ മോനെ, നല്ല മധുരാടാ എടുത്തോന്ന് പറയും. നിങ്ങളുടെ വീട് പ്രാർത്ഥിക്കുന്ന വീടാണോ? നിങ്ങളുടെ വീടിന്റെ ട്യൂൺ എന്താ? നിങ്ങളുടെ വീടിന്റെ ക്ലൈമറ്റ് എന്താ? ടെമ്പറേച്ചർ എന്തോ? എയർ കണ്ടീഷനേക്കാൾ പവർഫുൾ ആ പ്രയർ കണ്ടീഷൻ. AC ഓൺ ചെയ്തോ? ആ കൂടെ ഇടയ്ക്കും ചോദിച്ചേക്കണം, PC ഓൺ ചെയ്തോ?